ഇന്നെന്തായാലും ടെൻറ്റില്ല, ഒരു സാധനമില്ല. ഇന്ന് ഇതിൻ്റെ മേളിലാണ് ഞങ്ങൾ രണ്ടുപേരും കേട്ടോ. ഇവരൊക്കെ ചെറുതായിട്ട് തെന്നുന്നുണ്ട്. ഞാനെന്തായാലും ഈ പാറയിലാണ് കിടക്കാൻ പോകണം കേട്ടോ. നമ്മൾ ഡ്രോണ് തെരഞ്ഞ് മടുത്ത് ഒരു മുള്ളാണ് കേട്ടോ. നമ്മുടെ പ്രേക്ഷകരോട് പറയും ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഗുഡ് ഈവനിങ്. നമ്മൾ ശരിക്കും ഒരു ക്യാമ്പിങ്ങിനായിട്ട് ഇറങ്ങിയതല്ല, കണ്ടില്ലേ ആശാന് ബോഡി മസിലൊക്കെ കാണിച്ച്. ഞങ്ങൾ ഇത്രയും നേരം ഒരു പണിയിലായിരുന്നു. പണി എന്താ വെച്ചാൽ നമ്മുടെ ഡ്രോണ് നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങനെ തെരച്ചിലും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ ഒരു നല്ല ചിരിച്ചു കളിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ നല്ല മഴ വന്നു. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വീണ്ടും വന്നതാണ്. മേളിലൊരു ഗുഹ പോലെ ഉണ്ട്, അവിടെ ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. എന്തായാലും നനഞ്ഞില്ല, ഇനി കുളിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഞാൻ ഡ്രോണ് തരാൻ വേണ്ടി വന്നുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല. പിന്നെയാണ് പ്ലാൻ മാറ്റിയത് ഇവിടെ. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഡ്രോൺ കിട്ടിയാലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ വെച്ചാൽ അതുപോലെ നല്ല മഴയായിരുന്നു. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി റെയിൻ. അങ്ങനെ മഴ കുറേ കൊണ്ടു. പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോയി ഫ്രഷ് ആയിട്ട് വന്നതാണ്. ഇപ്പോഴും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. നമുക്ക് എന്തായാലും മേലോട്ട് കയറി പോകാം. കുറച്ച് ഏറെ കയറി പോകും വേണം, സമയം പോവുകയും ചെയ്തു. എന്തായാലും ഞങ്ങൾ നോക്കട്ടെ അല്ലേ. പക്ഷെ കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു അല്ലേ. അതല്ല, ഇത് മഴക്കാറാണ്. മഴക്കാറിന്റെ ഇരുട്ടാണ്. ഇത്ര പെട്ടെന്ന് ഇരുട്ടാവില്ലല്ലോ. ഇതാ വഴി അല്ല, അപ്പുറത്തൂടെ. ഇതല്ലേ നോക്കി പോട്ടാ. ഇതിന്റെ അകത്തും പോയിണ്ടല്ലോ അല്ലേ. ഇവിടെ ഇതിനകത്ത് നോക്കി. മുള്ളും കിട്ടണ. നോക്കിട്ടോ, നോക്ക് താഴെ കുഴിയാണേ. വഴുക്കും മഴ. ഓ, ഇതൊക്കെ വഴുക്കുണ്ടാ. നീ ആദ്യം കേറ്. വഴുക്കരുത്. എടാ, ഈ ബാഗ് ഒന്ന് കൈ പിടിക്കണം. വേണ്ട, കൈ പിടിച്ചാൽ നീയും കൂടി ചിലപ്പം കൊണ്ട് പോരും. ഓ എൻ്റെ പൊന്നെ, പൊന്നെ. കാലൊക്കെ മുറിഞ്ഞടാ മുള്ളുത്തിട്ട്. എന്തായി? ഓ, ഇവിടെ ഒരു കുഴിയാണല്ലോടാ. നല്ല തണുപ്പും നല്ല കാറ്റും നല്ല ഹാപ്പിയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു വിഷമം എന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്രോൺ മിസ്സായല്ലോ എന്നുള്ള അതൊരു ഭയങ്കര വിഷമമുണ്ട്. സാറില്ല, നമുക്കുള്ളതാണെങ്കിലേ നമുക്കുണ്ടാവുള്ളൂ. പക്ഷെ അത് നമുക്കുള്ളതല്ലായിരിക്കാം. പക്ഷെ അത് ആർക്കും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ അത് മഴ നനഞ്ഞ് കേടായി പോയിട്ടുണ്ടാവും. അതുപോലത്തെ മഴയായിരുന്നു. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോയെന്നറിയില്ല. എന്തായാലും നല്ല മനോഹരമായ ഒരു മലയുടെ മേളിലാണ്. ഇന്നെന്തായാലും ടെൻറ്റില്ല, ഒരു സാധനമില്ല. ഇന്ന് ഇതിൻ്റെ മേളിലാണ് ഞങ്ങൾ രണ്ടുപേരും കേട്ടോ. താഴെ വലിയൊരു കുഴിയാണ്. ഇതിനെ കുറച്ച് ഒരു ചെറിയൊരു നനവൊക്കെ ഉണ്ട്, മഴ പെയ്ത് തോന്നല്ലേ. ഇവിടെയൊക്കെ ചെറുതായിട്ട് തെന്നുന്നുണ്ട്. ഞാനെന്തായാലും ഈ പാറയിലാണ് കിടക്കാൻ പോകണം കേട്ടോ. ആ, നല്ലൊരു സ്പേസ് കിട്ടി. എവിടെ വേണേ കിടന്നു, ഉരുണ്ട് താഴെ പോരുതെന്ന് മാത്രം. മഴ പെയ്താലാണ് പെടുക കേട്ടോ. റെയിൻകോട്ട് ഇട്ട് കിടക്കാൻ പറ്റില്ലല്ലോ. റെയിൻകോട്ട് ഇട്ട് കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ.
പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോയില്ലേ? അപ്പോൾ അവിടെ വെച്ചിട്ട് വന്നു. ശരിക്കും ഇന്ന് നമ്മൾ ശരിക്കും ഒരു ക്യാമ്പിങ്ങിനായിട്ട് വന്നതല്ല കേട്ടോ. നമ്മൾ ഡ്രോണ് തെരഞ്ഞ് മടുത്ത് ഒരു ഉഷാറില്ല. അപ്പോൾ നമ്മളെ മാഹിക്കാരൻ്റെ ഐഡിയ ആണ് നമുക്ക് പുറത്ത് പോയിരിക്കാം, പാറൻ്റെ മേളിൽ കയറിയിരിക്കാം, അങ്ങനെ ഒരു റിലാക്സേഷന് വേണ്ടി വന്നതാണ്. എന്തായാലും പോയത് പോയി അല്ലേ, സാറില്ല. ഇവിടെ കുറച്ചു നേരം കിടക്കട്ടെ, എന്താ അസുഖം. നല്ല സുഖലടാ. അടിപൊളി സുഖം. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്താ പോയി. ആ നല്ല കാറ്റും, സുഖമായിട്ട് കിടന്നുറങ്ങാം. ഡാ നമുക്ക് ഫുഡ് ഇവിടുന്ന് വെക്കാലോ. ഞാൻ ഇതിൻ്റെ അകത്തുനിന്നേ എൻ്റെ ഈ ബാഗിൽ ഒരു 2 മുട്ടയും ഏത്തപ്പഴം ഉണ്ട്. അല്ല അതെടുത്തോണ്ട് ഇങ്ങോട്ട് വാ. ഞാൻ വരും. ഞാൻ അത് എടുക്കായിരുന്നു. നോക്കി കേട്ടോ. ഞാൻ എൻ്റെ ഈ കയ്യിലുള്ള മുട്ടയും പഴവും ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഓ കുഴപ്പമില്ല. മുട്ടയൊക്കെ എന്താ പച്ചക്ക് തിന്നേണ്ടി വരും. പഴം എന്തായാലും പച്ചക്ക് തിന്നാൻ പറ്റും. മുട്ട എന്താ ചെയ്യാ? ലൈറ്റ് നടിച്ച വെള്ളം നോക്കട്ടെ എത്ര വെച്ചു. നല്ല കാറ്റല്ലേ? നല്ല കാറ്റ്. നിന്റെ ഒരു സ്പൂണോ കത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഞാൻ എടുത്തില്ല. ഞങ്ങൾ നേരത്തെ ഡ്രോണ് അതേതാ കാട് അല്ലേ? എനിക്ക് ആ ഡ്രോണിന്ന് കേൾക്കുമ്പോഴേ നെഞ്ചി ഇവിടെ കൂടെ ഒരു വേദന, ഒരു എന്താ പറയാ, പിന്നെ നമ്മളെ ആഗ്രഹിച്ച് കിട്ടിയൊരു സാധനമാണ്. അത് പോയപ്പോൾ എമൗണ്ട് ലോട്ടറി അടിച്ചിട്ടല്ല പുള്ളിക്ക്. ലോട്ടറി എല്ലാവർക്കും ഇങ്ങോട്ടല്ല അടിക്കുക, ഇത് അങ്ങോട്ടേക്ക് അടിച്ചേ. സാറില്ല, ആ ഒരു നല്ല വിഷ്വൽസ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഡ്രോണായിരുന്നു. എന്താ ചെയ്യാ? പക്ഷെ അതിൽ നിന്ന് ആ ഡ്രോണിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. കഴിഞ്ഞ 2 വീഡിയോന്റെ അതും പോയി. അത് പോയിടോ. നല്ല വിഷ്വൽ. എന്റെ പേരെന്താ? ആ പാറന്റെ മേലെ എടുത്തില്ലേ? ആ വിഷ്വൽ, മലന്റെ മേലെ ആ മഞ്ഞൊക്കെ ഉള്ള അത് പോയി. പിന്നെ ആ കാട്ടിൽ കൂടെ നടന്ന ആ ഒരു വിഷ്വൽ പോയി. ആ കൊടും കാടിന്റെ ഭീകരത എല്ലാരും കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്താ ചെയ്യാ? അത് ഞാൻ ഓർത്തില്ല കേട്ടാ. അത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടില്ല അല്ലേ? സാറില്ല, നമുക്കുള്ളതല്ല ദാസ. അതിപ്പോ ആർക്കും കിട്ടുമില്ലല്ലോ. ആർക്കും കിട്ടിയാലും ഉപയോഗിക്കാൻ പറ്റില്ല, കാര്യമില്ലല്ലോ. അതിന്റെ റിമോട്ട് കയ്യിലുണ്ട് കേട്ടാ. അതിനെ കൊണ്ട് ഗെയിം കളിക്കാൻ പറ്റുമോ? അല്ല, റിമോട്ട് കൊണ്ട് ഇനി വേറെ ഡ്രോൺ മേടിക്കുമ്പോൾ ഉപയോഗിക്കാം. സാറില്ല, നമുക്കുള്ളതാണ്. ഈ വീഡിയോ എടുക്കുമ്പോഴുള്ള ഒരുപാട് എന്താ പറയാ പാളിച്ചകളാണ് ഇതൊക്കെ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എളുപ്പമാണെന്ന് വിചാരിക്കും. ഇങ്ങനെ പല നഷ്ടങ്ങളും സംഭവിക്കും. ഡ്രോൺ പോവും, ചിലപ്പോൾ ക്യാമറ വീഴും, താഴെ ഇന്ന് തന്നെ ഇപ്പം നിന്റെ ക്യാമറ 2 പ്രാവശ്യം ക്യാമറ വീണു. ആ പാറയിൽ ഇങ്ങനെ മറ്റേ ട്രൈപോഡിൽ വെച്ച് ഞാൻ അവിടെ പോയി ഒരു ചെറിയ മിസ്റ്റേക്ക്, അതായത് ഇവന്റെ തന്നെ താഴെ വീണു, അങ്ങ് കുഴി പോയനെ. അത് ജസ്റ്റ് വെക്കുന്നതാ എഡ്ജില്. അപ്പോൾ പാറയിൽ വെച്ചിട്ട് ജസ്റ്റ് അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്ക് കാറ്റടിക്കുമ്പോൾ ഇതാണ് സംഭവം. അത് ജസ്റ്റ് മിസ്സിങ് കേട്ടോ, അല്ലെങ്കിൽ സാധനം പോയനെ. വീണപ്പം തന്നെ ഞാൻ തുള്ളി അതിന്റെ കാല് പിടിച്ചുകൊണ്ട് അത് താഴോട്ട് പോയില്ല. എന്താ സാറില്ല, നോക്കിയിട്ട് കാര്യമില്ല. ഇതൊക്കെയാണ് സീന്. വെള്ളം പച്ചല്ല, നമ്മൾ വെള്ളം തിളച്ചില്ലേ? ഇനി ഞാൻ നിനക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞില്ലേ? എന്താ ഉണ്ടാക്കാൻ പോകും? നോക്കിയോ, ദേ മുട്ട പുഴുങ്ങിയതാ അല്ലേ? ഇത് പാൽപ്പൊടി ഇരട്ടെ. ഇങ്ങനെ ഇട്ട ഇളവി വരില്ലേ? അത് ഇളക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. എന്തിട്ടിട്ട് ഇളക്കണേ? സ്പൂണില്ല? സ്പൂണൊന്നുമില്ല. കുറച്ച് തീ കൂട്ടിയിടാം. തീ കൂട്ടിയിടാം. കൈനെ കൊണ്ട് ഇളക്കാം. വേണ്ട, ആ ലൈറ്റ് ഒന്ന് അടിച്ചേ കേട്ടോ. ആ അതായി ഇളകല്ലേ? ആ റെഡ് സെറ്റ് ഫുള്ളിട്ടോ. നല്ല കട്ട് ആയിക്കോട്ടെ. ഒന്ന് മതിയോ? അതോ ഒന്ന് മതി. 10 രൂപയുടെ അല്ല അത്. ആ മതി. അടിച്ചാൽ അത് തിളച്ച് പോവോ? ഇല്ലില്ല. ഇനി വേറെ സാധനം ഉണ്ട്. ഒന്ന് തിളക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ കുറച്ചും തീ കുറച്ചാൽ മതി. ഇത് വേറെ സാധനം ഉണ്ട്. എന്താ? ഇനി 2 പാക്കറ്റ് ഹോർലിക്സ്.
ഓ ഇന്ന് നമ്മൾ ഡ്രോണൊക്കെ പോയതിന്റെ സന്തോഷമല്ലടാ. കാണിച്ചേ. ഇന്ന് ലോട്ടറി അടിച്ചതിന്റെ സന്തോഷം. അതിൽ പ്രാണി ഒന്ന് വീണ് നോക്കണേ. അത് നോക്കണ്ട. പിന്നെ പ്രാണിച്ചായ ആവും. വെന്തോളും. പ്രാണിച്ചായ, നോൺ വെജ് ചായ. ആഹാ, സെറ്റായില്ലേ? എന്താ മണം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നേ നല്ല കട്ടൻ ചായയും ഉപ്പുമാവും ഉണ്ടാക്കാൻ. ഞാൻ അങ്ങനെ ഈ റവ മേടിച്ച് വെച്ചിട്ട് ഒരു 15 ദിവസമെങ്കിലും ആയിട്ടുണ്ടാവും എൻ്റെ ബാഗിൽ. നല്ല കട്ടൻ ചായയും ഉപ്പുമാവും ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. പക്ഷേ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇന്ന് ഓൾറെഡി ലേറ്റ് ആണോ, അല്ലെങ്കിൽ പിന്നെ എവിടെ പോയിട്ട് ഉണ്ടാക്കായിരുന്നു. നോക്കട്ടെ. ആ അതോക്കെ കപ്പൊന്നും കൊണ്ടുവന്നില്ല കേട്ടാ. ഗ്ലാസ് എവിടെ? കപ്പില്ല. ഇല്ലേ? ഞാൻ കപ്പ് എടുക്കാൻ ഇന്നെന്നാ ചട്ടി വെച്ച് കുടിച്ചോ. കുഴപ്പമില്ല, ചട്ടിയിലാണ് ചട്ടിയിൽ. നല്ല ഓർലിക്സ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൻ ഗ്ലാസ് കൊണ്ടുവന്നില്ല. ഒന്നും എടുത്തില്ലല്ലേ? ഞാനൊന്നും എടുത്തില്ല. ഞാൻ ഡ്രോണ് തരയാന്ന് പോവാൻ മാത്രം വന്നതാണ്. നീ കുടിച്ചോ. കുടി കുടി വേണ്ട, നീ കുടിച്ചോ. കുടി. ഏയ് കുടി മോൻ കുടി. ഞാനൊരു ബനാന എടുത്ത് കഴിക്കാം. ഇതിൽ മുട്ട ഉണ്ടല്ലോ, അത് ബോയിൽ ചെയ്യട്ടെ. മുട്ട പോയില്ലോ. കത്തിണ്ടാ? കത്തിയില്ല. ഇങ്ങനെ കത്തി ഉണ്ടെങ്കിൽ നമുക്ക് മുട്ട സർവർ ഉണ്ടാക്കാം. സർവർ ഉണ്ടാക്കണ്ട, എന്നാ അതിനൊന്നും സമയമില്ല. ഇന്ന് വേദ തിന്ന് കിടക്കുക. ഒന്നുമില്ല, പണിയൊന്നുമില്ല. പഴം മുറിച്ചിടുക, കുറച്ച് ഓയിൽ, മുട്ടയും പഴവും ഒന്നിച്ചിടുക. ഇല്ലേ? കത്തി ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ? അതന്നെ ഞാൻ നിന്നോട് ചോദിച്ചത്. അതെടുത്ത് കൂടി മുട്ട പോയിക്കോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഓർലിക്സ് ഉണ്ടാക്കി. പറഞ്ഞു കഴിഞ്ഞാലേ, ഇങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ പഴവും മുട്ടയാണ് മെയിൻ, എന്താ പറയുക, പ്രോട്ടീൻ കിട്ടുന്ന സാധനം. ഇതിനകത്ത് ഫൈബർ. എത്ര മുട്ട ഇടണം? 4 മുട്ട ഉണ്ട് അതിൽ. 2 വെച്ച് കഴിക്കാം. എനിക്ക് 2 തരുമോ? 4 എടുത്തോ. പിന്നെന്താ? അല്ല, നീ കുറച്ച് കഴിയുമ്പോൾ ആയി കഴിയുമ്പോൾ പറയും എനിക്ക് 3 വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നീ ഇങ്ങനെ ഇത് വേണ്ടേ, സാധനം ഉണ്ടാക്കണ്ടേ? അതാ. എടാ, എനിക്കൊന്ന് ബോഡി ഉണ്ടാക്കി തടൂ. ബോഡി ഉണ്ടാക്കണമെങ്കിൽ മെനക്കെടണം. വെറുതെ വീട്ടിലിരുന്നാൻ പറ്റില്ല അല്ലേ? ആപ്പ് നോക്കിയാലും ബോഡി ഉണ്ടാക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ബോഡി ഉണ്ടാക്കലല്ല കാര്യം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിറ്റ്നസ്സും എൻഡ്യൂറൻസ് ആണ്. എൻഡ്യൂറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു മല കയറാണ്, അത് മുഴുവനായിട്ട് കയറാൻ നിങ്ങൾക്ക് പറ്റണം. അതാണ് എൻഡ്യൂറൻസ്. പകുതിക്ക് നിർത്തി കറുപ്പ് വന്ന് അത് ക്വിറ്റ് ചെയ്ത് തിരിച്ചു വരുന്നില്ലേ, അവിടെ ഫിറ്റ്നസ് പോയി. ഞാൻ അങ്ങനെ തിരിച്ചു വരുന്നില്ലല്ലോ. ഇല്ല, നിങ്ങൾ ഫിറ്റ് ആണ് ഓൾറെഡി. പിന്നെ നിങ്ങൾ എന്തിനാ ബോഡി ഉണ്ടാക്കുന്നത്? ബോഡി അല്ല, മീൻസ് കുറച്ച് നിന്റെ പോലെ. അതിനെന്താ ചെയ്യേണ്ടത്? മസിലൊക്കെ കാണുമ്പോഴേ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡംബിൾസ് ഇല്ലേ, ഒരു 2 kg അല്ലെങ്കിൽ 5 kg ഡംബിൾസ് വാങ്ങാം, 2 അത് വെച്ചിട്ടുള്ള എക്സസൈസ് വേണേൽ ഞാൻ കാണിച്ചു തരാം. ആ 2 ഡംബിൾസ് മാത്രം മതി. എൻ്റെ അടുത്ത് അത് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ജിമ്മിന് പോകുന്നുണ്ടോ? ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു പണ്ട് +2 പഠിക്കുന്ന സമയത്ത്. ഒരു 6 മാസം 8 മാസത്തോളം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തം ഇത് തന്നെ പരിപാടി. അത് കൂടി. ഹോർലിക്സ് ഞാൻ കുടിക്കാം അല്ലേ? മോൻ്റെ അങ്ങോട്ട് അറിയട്ടെ, മോൻ കൂടി. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ബൂസ്റ്റ് ആണത്? അല്ല, ഹോർലിക്സ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. കുറച്ചും കൂടി പാൽപ്പൊടി വേണമായിരുന്നു. ഇത് വെള്ളം പോലെ സാറില്ല, ഇനിയിപ്പോൾ കൂടി. ഇത് ഞാൻ വീട്ടിൽ ചെന്ന് കുടിച്ചോളാം. ഇവിടെ മലയാളത്തിൽ 100 വട്ടം ചോദിച്ചാൽ ഒന്ന് മതിയോ. അമ്മേ കലങ്ങിയില്ല. അമ്മ കലങ്ങിയില്ല. ജഗതി പറയുന്ന പോലെ അമ്മേ കലങ്ങിയില്ല. കുറച്ചുകൂടി ഇട്ടോ. കുറച്ചും കൂടി ഒരു ഗ്ലാസും കൂടി തരത്ത മോനേന്ന്. ഇല്ലേ? കഴിഞ്ഞു. അതന്നെ പറഞ്ഞ കലങ്ങിയില്ല. അതേ ഉള്ളൂ, അത് മതി. അപ്പം എനിക്ക് വേണ്ടേ? അത് നീ കുടിച്ചോ. ഇതെന്താ അടഞ്ഞോ? അതാ പറഞ്ഞ കലങ്ങിയില്ല. അത് പൊടിയായി കിടക്കാണ്. അത് ഇതിലെ പോയിക്ക്. അയ്യോ, അതതിലേ വരില്ല. അത് അടഞ്ഞടാ. അതാ പറഞ്ഞേ. ഉണ്ടല്ലേ ഞാൻ പറഞ്ഞ മറ്റേ ഇതിലുള്ള യോധയിലുള്ള ഡയലോഗ്. കറക്റ്റ് ഒരു ഗ്ലാസ്. ഞാൻ കുടിക്കുമ്പോ മധുരം ഇല്ലായിരുന്നു. ഞാൻ കുടിക്കുമ്പോ എന്താ പറഞ്ഞ അത്ര മതി.
മറ്റേ ഓട്സ് കുടിക്കുന്ന പോലെ ഉണ്ട്. വെള്ളം നീ പറഞ്ഞ് ഒരു പാക്കറ്റ് മതി, അല്ലെങ്കിൽ ഞാൻ 2 പാക്കറ്റ് ഇട്ടേനെ. അല്ല, അതിന്റെ കടുപ്പം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു പാക്കറ്റ് മതി. അത് കട്ടിയായി പോയി, വെള്ളത്തിലേക്ക് മിക്സ് ആയില്ല. മഴ പെയ്യുന്നുണ്ടോ? അതാ എനിക്കൊരു സംശയം, ഞാനത് നോക്കിയോ. ചെറുതായിട്ട് തുള്ളി വരുന്നുണ്ട്. ചെറുതായിട്ട്. മഴയാണോ മഞ്ഞാണോ? മഴയാണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പെയ്യുണ്ടാവും, അല്ലെങ്കിൽ രാത്രി നല്ലൊരു മഴ പെയ്യും. മഴ പെയ്താ എന്താ ചെയ്യാ? പെയ്ത് പെട്ടെന്ന് താട്ടിറങ്ങാൻ പറ്റില്ല. താട്ടിറങ്ങി ഇവിടെ ഒരു കേവ് അതിൻ്റെ അകത്ത് കയറി ഇരിക്കല്ലേ, അവിടെ ഇങ്ങനെ ഒരു ഇതില്ലേ ഇങ്ങനെ പാറ വന്നോടത്തല്ലേ. പക്ഷെ ഈ പാറ ഇറങ്ങണ്ടേ താഴോട്ട്, അതാണ് പ്രശ്നം. അല്ലോ മഴ തുള്ളി ഇടുന്നുണ്ടോ? നോക്കാല്ലേ, തുള്ളി വരുന്നുണ്ടല്ലേ. ഈ പാറ ഇറങ്ങി താഴോട്ട് പോകാനാ പാട്. നോക്കാം, എന്നാലും എന്താ പറ്റുന്നത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് എഗ്ഗ് കഴിക്കാം. ചൂടാണ്, എങ്ങനെ കഴിക്കുക? ആറട്ടെ. ഈ വെള്ളം കളയട്ടെ? ആ, വെള്ളം കളട്ടെ. ഇതിൽ വെച്ചാൽ അത് കഴിവലുമായി അല്ലേ? ഓ, ഇത് ബ്ലോക്കായടാ. അത് കൊള്ളിയിട്ട് കുത്തണം. ഉണ്ടോ? ബ്ലോക്കായി. ഓ, ഇവിടെ നനച്ചാൽ കിടക്കാൻ പറ്റില്ല. മഴ കാണട്ടെ. അല്ല, താഴോട്ട് ഇറങ്ങാൻ പാടടാ. മഴ കൊള്ളാം. ഈ പാറപ്പുറത്ത് കിടന്ന് മഴ കൊള്ളു. കടന്നിങ്ങനെ മഴ കൊള്ളാം. എന്നാ മുട്ട എടുത്ത് കഴിക്കും. ആറിയില്ലേ? ആറിക്കോളൂ. മുട്ടേൻ്റെ പണി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയല്ലോ. പിന്നെ ലൈറ്റും ക്യാമറയും നോക്കിയാൽ മതി, മഴ ചെയ്താ. അല്ല പിന്നെ ഈ മുട്ട നോക്കി ഇരിക്കേണ്ടി വരും ഞാൻ. എന്താ നിന്റെ കണ്ണ് തെറ്റിയാൽ നീ ഒക്കെ എടുത്ത് തിന്നും ചെയ്യും. അതില്ലാത്തല്ലേ നിങ്ങളെ മുട്ട എടുത്ത് കഴിച്ചത്? പറയാൻ പറ്റൂല, നിനക്ക് മുട്ടൻ്റെ ആളല്ലേ നീ. അല്ല, മറ്റേ നമ്മള് 24 അല്ല മറ്റേ 48 മണിക്കൂർ ക്യാമ്പിങ്ങിന് പോയില്ലേ? അപ്പൊ അന്ന് ആ വീഡിയോ ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ ചിരിക്കണത്. ഞാൻ എൻ്റെ മുട്ട ഞാൻ തരൂല, എൻ്റെ മുട്ട കൊണ്ട് ഞാൻ പോകുന്നു. എൻ്റെ മുട്ട ഞാൻ തരൂല, നിങ്ങളെ മുട്ട തിന്നോന്ന്. ആ വീഡിയോ കാണുമ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് കാണും. കാണാൻ നല്ല രസാ. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണാൻ നല്ല രസാ. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നല്ലോണം കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേലും വേണ്ടില്ല, കമന്റ് ചെയ്ത അഭിപ്രായങ്ങൾ പറയാല്ലേ. അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്നാൽ നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ലൈക്ക് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. എന്താ പറഞ്ഞാൽ ലൈക്ക് ഇപ്പം വീഡിയോ കാണാതെ തന്നെ ചെയ്യാൻ പറ്റും അല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലേ? ഒരു ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ലൈക്ക് അടിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാം. പക്ഷെ കണ്ടു കഴിഞ്ഞാലാണ് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉള്ളത്, എന്തൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. എന്തായാലും കമന്റ് ചെയ്യണം എല്ലാവരും. അത് കമന്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാകാം, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് അല്ലേ? അതെ. മുട്ട കഴിക്കാൻ തുടങ്ങിയ നല്ല രസമുണ്ട്. ഓ, മുട്ട ഞാനെടുത്ത് കഴിക്കുന്ന പറഞ്ഞ് ഞാൻ ഒന്ന് കിടക്കുമ്പോഴത്തേക്ക് മൂപ്പരെടുത്ത് കഴിക്കാൻ തുടങ്ങി. അയ്യോ, ചൂടുണ്ടല്ലേ? ആയി, അടിപൊളി. ഇത് കളയട്ടെ. എൻ്റെ പൊന്നെ, ഞാൻ ഇവിടെ തന്നെ കിടക്കാൻ പോവാ. മഴ പെയ്യൂലായിരിക്കും അല്ലേ? ഇല്ല, ഒറ്റ ഷീറ്റ് കയ്യിലുണ്ട്. പക്ഷേ എനിക്കല്ലേ, നിനക്ക് എത്തൂലല്ലോ. നമ്മളെ ബ്ലാങ്കറ്റ്
ബ്ലാങ്കറ്റോ ഇതാണോ? ശരി. ബ്ലാങ്കറ്റൊക്കെ പൊച്ചിട്ട് എങ്ങനെ മഴയത്ത് എടുക്കുക? ഞാൻ മഴയുള്ള ആലോചിച്ചില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു മറ്റേ ഒരു പുഴക്കരയില്ലേ, അവിടെ ക്യാമ്പ് ചെയ്യാൻ പോവാന്നല്ലോ വിചാരിച്ചതാ. സാറില്ല, മഴ പെയ്യുമ്പോ ഇറങ്ങാം അല്ലേ? മഴ തുടങ്ങി പെയ്യാണെങ്കിൽ ഇറങ്ങാം അല്ലേ? ക്യാമറ ഒരു ഷെയ്ഡാക്കി വെച്ച് കഴിഞ്ഞാൽ മഴ കൊണ്ടാലും കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ തന്നെ കിടക്ക്. എനിക്ക് മറ്റേ ഷീറ്റ് ഉണ്ട്. മഴ കൂടിയാ പോയാ പോരെ? മതിയാ? മഴ കുറച്ച് കൂടുമ്പോ പോവാ. ഇതിപ്പോ ചെറിയ ഡ്രസ്സിലിംഗ് അല്ല. ഉറങ്ങാൻ പറ്റുമോ? ഉറക്കമൊക്കെ കണക്കായിരിക്കുന്നു. പക്ഷെ എനിക്കാകെ പ്രശ്നമുള്ളത് ക്യാമറ നനയുന്ന പ്രശ്നമേ ഉള്ളൂ. ക്യാമറയും മൈക്കും. ബാക്കി ഞാൻ നനയാൻ വേണ്ടിയിട്ടില്ല, ഇങ്ങനെ കിടക്കുകയാണ്. നീ നനയാൻ വേണ്ടി കിടന്നോ? ഞാന് മഴ പെയ്യുമ്പോഴത്തേക്ക് ഇറങ്ങി പോകും. പക്ഷെ ഇറങ്ങി പെട്ടെന്ന് താഴ്ത്തു പോകാനാണ് പാടേ. ഇവിടുന്ന് ഇറങ്ങി പോകാൻ പാടാ. മഴ പെയ്യൂലെന്ന് വിചാരിക്കുന്നത്. പെയ്ത് കഴിഞ്ഞാല് ചെറുതായിട്ടുള്ളൂ, ഇപ്പൊ കുറഞ്ഞൂലേ? പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റേ ചെരിഞ്ഞൊരു പാറയില്ലേ, കുറച്ച് താഴോട്ട്. മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കിടക്കാം അല്ലേ? ശരിക്കും നമ്മളിപ്പോ ശരിക്കും കാട്ടിയാദിക്കള മാതിരി ആയി. എന്താ വെച്ചാൽ എനി ടൈം കാട്ടിലായി അല്ലേ? ഫുൾ ടൈം കാട്ടില്. കാട്ടിയാദിക്കൾ പോലും ഇല്ല, ഇങ്ങനെ ഞങ്ങളെ പോലെ ചെയ്യില്ല അവര്. അതാണ് ശരിയാകുമ്പോ വീട്ടിലിറങ്ങും. ഞങ്ങള് 6 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ നമ്മുടെ പുതിയ ഒരു പ്ലാനിങ്ങിനെ കുറിച്ചല്ലേ, അത് നമ്മുടെ പ്രേക്ഷകരോട് പറയും. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ 48 hours 48 hours ചെയ്ത് ഞങ്ങളൊരു ട്രയൽ പോലെ ചെയ്തതായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് അല്ല, 48 hours എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്താ അറിയോ? എനിക്കൊരു പോരായ്മ തോന്നിയത് വെള്ളം. 2 ലിറ്റർ വെള്ളം 2 ദിവസത്തിന് പോരാ. എന്താ കാരണം എന്ന് വെച്ചാല് നമ്മള് സാധാരണ ഒരു ഇതല്ലല്ലോ, ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോ ഒരു പക്ഷെ ആ വെള്ളം മതിയാവും. നമ്മള് പോവല്ലേ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. അത് മാത്രല്ല, ഞങ്ങൾ കയറ്റം കയറാണ് ചെയ്തത്. സ്ട്രെയിറ്റ് വഴിയിലൂടെ പോവാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ കയറ്റം കയറി അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു പോരായ്മ ഞങ്ങൾക്ക് പറ്റി. ഇനി ഞങ്ങൾ അടുത്തത് വെള്ളം, ഫുഡ്, ഒരു സാധനം ഇല്ലാണ്ട് 12 മണിക്കൂർ ഞങ്ങള് ബുഷ് ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ബുഷ് ക്രാഫ്റ്റ് ക്യാമ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്യാമ്പിംഗ് മാത്രമല്ല, ജംഗിൾ ഹൈക്കിംഗ് ആയിട്ടും ജംഗിൾ ട്രക്കിംഗ് ആണ്. അതായത് ഫോറസ്റ്റുകാരോട് പെർമിഷൻ ചോദിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാട്ടിലാട്ടോ. ബഫർ സോൺ ഏരിയ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവല്ലോ. മറ്റേ കാടും ഗ്രാമവും അടുപ്പിച്ച് കിടക്കുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലങ്ങൾ ബഫർ സോൺ ആയിരിക്കും. വൈൽഡ് അനിമൽസ് നാട്ടിലേക്ക് വരുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ ഉണ്ടാവല്ലോ. അങ്ങനത്തെ സ്ഥലമുള്ള കാടുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ നമ്മൾ പെർമിഷൻ ചോദിക്കും. അതിന്റെ ബോർഡർ വരെ പോകുമ്പോൾ പെർമിഷൻ ചോദിച്ചിട്ടേ പോകുള്ളൂ. ഞങ്ങൾ എന്തായാലും ഒരു ഓഫീസറോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ അത് ചെയ്യും അല്ലേ? അതായത് ഭക്ഷണം, വെള്ളം ഒന്നുമില്ല, കാട്ടിൽ നിന്ന് കിട്ടുന്ന വെള്ളം കിട്ടുകയാണെങ്കിൽ അത് കുടിക്കും, ഇല്ലെങ്കിൽ കാട്ടിൽ നിന്ന് വല്ല കായോ വല്ലതും ഉണ്ടെങ്കിൽ അത് കഴിക്കും. എങ്ങനെ ഈ കാട്ടിൽ ഒരു ദിവസം ഒരാൾക്ക് അല്ലെങ്കിൽ 2 ആൾക്ക് അത് എനിക്കൊന്ന് ഫീൽ ചെയ്യണം. അതെ, അത് എങ്ങനെ കഴിയാന്നുള്ളത്. ഒരാള് കാട്ടിൽ പെട്ടുപോയ അയാളെങ്ങനെ നിൽക്കും ഫീൽ ചെയ്യണം. എന്നാൽ പണ്ടുള്ള ആളുകളൊക്കെ കാട്ടിലല്ലേ ജീവിച്ചത്. അവരൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, അവരൊക്കെ ജീവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുപഴങ്ങളും കിഴങ്ങുകളും. പക്ഷെ അതൊക്കെ എപ്പോഴും ഉണ്ടാവും. അത് ഏതാ സാധനം നമുക്കറിയില്ലല്ലോ. അതാണ് പറഞ്ഞത്. പിന്നെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം. നമുക്കിപ്പോ ഒരു വ്യക്തി എക്സാമ്പിൾ, ഒരാള് ഇപ്പൊ ഒരു ഫോറസ്റ്റിൽ പോയി, ഇപ്പൊ അന്ന് തന്നെ ഒരു കുട്ടി എങ്ങാണ്ട് ഒരു ഇതിൽ പെട്ടുപോയി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതേപോലെ പെട്ടുപോയാൽ എങ്ങനെ അതിജീവിക്കാം, സർവൈവ് ചെയ്യാന്നുള്ള ഒരു ട്രെയിനിങ് ആണ്, ഒരു പഠനമാണ്, ഒരു എക്സ്പീരിയൻസ്. ഞങ്ങള് സംബന്ധിച്ചിടത്തോളം അത് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രെയിനിങ് ആയി. ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ടുപഠിക്കാം ഉള്ള രീതി. അപ്പൊ അങ്ങനെ അതെ, വേറെ ഒരു സാധനമില്ല. നമുക്ക് ക്യാമറയും നമ്മുടെ ലൈറ്റും ഇത് മാത്രം മതി. വേറെ ഒരു സാധനം കൊണ്ടുപോകണം. ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്കിപ്പോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ള കാടുകളുണ്ട് ഒരുപാട്. അവിടെ ഇഷ്ടംപോലെ ആനിമൽസ് ഉണ്ട്, അല്ലാണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളൊന്നല്ല. ഇതെന്ന് പറഞ്ഞാല് റിയൽ ആയിട്ടുള്ള ഈ ഫോറസ്റ്റ് തന്നെ, ആളനക്കും ആളുകൾ പോവാതെ. അത് നമ്മൾ അവരോട് പെർമിഷൻ ചോദിച്ച് അവരെ അനുവാദത്തോടു കൂടിയാണ് നമ്മൾ പോകാൻ ശ്രമിക്കുന്നത്. അപ്പൊ എന്തായാലും അത് അടുത്ത ദിവസം തന്നെ ഉണ്ടാവും അല്ലേ? പറ്റും, അവര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രമത്തിലാണ്. അതിനെല്ലാവരും വെയിറ്റ് ചെയ്യുക, എല്ലാവരും പ്രാർത്ഥിക്കുക, സേഫായിട്ട് തിരിച്ചു വരാനും പോകാൻ പറ്റാനും എല്ലാം പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കമന്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലാകുന്നത്. ലൈക്ക് മാത്രം അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്താ ഫീല് ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക അല്ലേ? അഭിപ്രായങ്ങൾ പറയാം. അപ്പോളേ അഭിപ്രായങ്ങൾ പറഞ്ഞിങ്ങനെ ഇരുന്നാൽ മതിയോ?
കിടന്നുറങ്ങല്ലേ? ഉറങ്ങല്ലടാ, താഴ്ത്ത് പോണോ? എനിക്ക് മഴ ചെറിയ ചാറ്റിൽ മാത്രമേ. കുഴപ്പമില്ലല്ലേ? പെയ്യാണ് പെയ്യട്ടെ, പെയ്യുമ്പോ അങ്ങ് നോക്കാല്ലേ. കിടന്നാ ഉറങ്ങൊന്നുമില്ല. ഉറങ്ങൂല എന്തായാലും. പക്ഷെ കിടന്നിട്ടേ ഇങ്ങോട്ട് വെച്ചു, മഴന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് ആസ്വദിക്കണം. പക്ഷെ മഴന്റെ ഫീലിന് കുറച്ചുകൂടി മാഹാനൊക്കെ തെളിഞ്ഞിരുന്നെങ്കിൽ ഒരു രസമായേനെ. എന്റെ പൊന്നെ, മഴ കൂടുകയാണെങ്കിൽ നോക്കാല്ലേ. ഇവിടെ തന്നെ താഴെ പോയിട്ട് ആ കേവ് അല്ല, ഒരു പാറ ഇങ്ങനെ ചെരിഞ്ഞെടുക്കുന്ന പാറ ഞങ്ങൾ വരുന്ന വഴി കണ്ടില്ലേ. പക്ഷെ അത് ഇറങ്ങി പോകാൻ ഒരുപാട് നോക്കാൻ തരാം. നോക്കാം എന്തായാലും. നമുക്ക് ആ വലിയ ലൈറ്റ് അങ്ങ് എടുത്തു വെച്ചാലോ? ഒരെണ്ണം കത്തി കിടക്കട്ടെ അല്ലേ? ഏതാ കത്തിച്ചു? ഇത് കത്തി കിടക്കട്ടെ. അല്ല ഡിമ്മില്ലേ വൈറ്റ്, അതവിടെ കിടക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ നല്ല ക്ഷീണം ഉണ്ടോ? ഇറങ്ങി പോകാന്നുണ്ടെങ്കിലേ ലൈറ്റ് ഉണ്ടാവില്ല. ഞാൻ ഈ ലൈറ്റ് ഓഫ് ആക്കി. ആ ലൈറ്റോ എല്ലാം കൂടി കത്തിച്ച് വെച്ച പണിയാ കൂടാ. ലൈറ്റ് ഓഫ് ചെയ്തേ. ഓഫ് ചെയ്യല്ല, ഓഫ് ചെയ്തത് ഓഫ് ചെയ്യാ. എല്ലാം എന്താ അറിയോ, എല്ലാം കൂടി കത്തിച്ച് വെച്ചിട്ട് ഇറങ്ങേണ്ടി വന്നിട്ട് ലൈറ്റും ഉണ്ടാവില്ല. മഴ പെയ്ത് കഴിഞ്ഞാലേ ചിലപ്പോ വെള്ളം ഒലിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. നമ്മുടെ പ്രേക്ഷകർ കിടന്നോട്ടെ അല്ലേ? പ്രേക്ഷകർ കിടന്നോളി. ഞങ്ങൾ ഇവിടെ കിടക്കുന്ന നോക്കി നിങ്ങൾ പോയി കിടന്നോട്ടാ. അപ്പൊ നിങ്ങൾ പോയി കിടന്നോളി. ഞങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങി മഴ വന്നാൽ താഴെ പോകും. അപ്പൊ മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് വിഷ്വൽ എടുക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും കേട്ടോ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ബാക്കി രാവിലെ അല്ലേ? ഗുഡ് നൈറ്റ്. എന്റെ പൊന്നെ, ആ ഡ്രോണ് പോയതൊരു വിഷമമാണ്. അത് മനസ്സിന്ന് പോണില്ല. അതെ, എല്ലാം വരും, അതിലും വലിയ ഡ്രോൺ വരും. സാറില്ല അല്ലേ? നമുക്കുള്ളതാവൂല. അത് ഞങ്ങൾക്ക് വിധിച്ചതായിരിക്കില്ല. നമ്മള് ചിലപ്പോ ഡ്രോണിനുള്ള വളർച്ച ഒന്നും ആയിട്ടുണ്ടാവില്ല. ചെറിയ ആൾക്കാരല്ല ഞങ്ങളിങ്ങനെ. അതുകൊണ്ടായിരിക്കും കുട്ടിയും ബാഗ് മേലെ കൊണ്ട് വെച്ച് താഴെ വന്ന് താഴെ പിന്നെയും ഷൂട്ട് ചെയ്ത് മേലെ പോയി, ഇതൊക്കെ ഞങ്ങൾക്ക് പറ്റുള്ളൂ. സൺറൈസ് ഒക്കെ സൺസെറ്റ് ആണ്. എന്താ ഭംഗിന്ന് പറയാം. ഓക്കെ, നോക്കടാ, അടിപൊളിയല്ലേ? ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ നല്ലൊരു സൺറൈസ് ഒക്കെ കണ്ട് രാവിലെ എഴുന്നേറ്റു സെറ്റായി. പിന്നെ ഇന്നലത്തെ ഉറക്കം വലിയ കുഴപ്പമില്ലായിരുന്നു, എന്നാലും ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആ വിരിക്കുന്ന സാധനം എടുത്തിട്ട് പുതച്ച് അങ്ങനെ കിടന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ശരിക്കും സൗണ്ട് മാറി, ജലദോഷം വന്നു അല്ലേ? എന്നാലേ നമുക്ക് വിട്ടാലോ?
അല്ലേ? അതെ. ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലോ. കുറച്ചു നേരം കൂടി നമുക്ക് അവിടെ ഇവിടെയൊക്കെ നോക്കണം. അതെ, ഡ്രോണിൻ്റെ അല്ലേ? ഡ്രോൺ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയിട്ട് കാര്യമുണ്ട്. അത് ഇനി നോക്കാം ഒരു സമാധാനത്തിന്. കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പം എന്നാ വിടാല്ലേ? സൺറൈസ് നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സൺറൈസ് മാത്രമല്ല, ഇങ്ങനെ ചുറ്റും കാണാൻ നല്ല ഭംഗിയില്ലേ? ഭംഗിയുണ്ട്. ആ സൈഡിലൊക്കെ കോടയുണ്ട്. ഇതുപോലൊരു കോടയിലാണ് നമ്മുടെ ഡ്രോണ് പോയത് കേട്ടോ. ഇതുപോലൊരു കോടയിലാണ് നമ്മുടെ ഡ്രോണ് പോയത്. അയ്യോ, ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ആ കോടയിലേക്ക് പോകുന്ന ഇപ്പോൾ ഓർമ്മയുണ്ട്. പിന്നെ അത് ഓർക്കുമ്പോൾ ഒരു സങ്കടം, ഒരു വിഷമാണ്. എന്ത് ചെയ്യാനാ? സാറില്ല അല്ലേ? ഇനി രാവിലെ അത് പറഞ്ഞ് മൂടാക്കണ്ട അല്ലേ? മൂട് കളയണ്ട അല്ലേ? അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. ഞങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയിൽ 24 hours ഇനി വരും അല്ലേ? 24 hours എന്തായാലും വരും കേട്ടോ. 24 hours കാട്ടിലെ വീഡിയോ വരും. അത് ചെയ്യണം. വേറെ കുറച്ച് വീഡിയോസ് ഉണ്ട്, അതിനും എഡിറ്റ് ചെയ്യാനുണ്ട്. മറ്റേ 48 hours കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിന്റെ പാർട്ട് 3 ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. പാർട്ട് 3 ആയിട്ടില്ല, പാർട്ട് 2 വരെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാർട്ട് 2 പുള്ളി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പതുക്കെ വിടാനുള്ള പരിപാടിയാണ്. ഓക്കെ, പതുക്കെ വിടാം അല്ലേ? താഴോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ കയറി ഒന്ന് നോക്കിയാൽ പോരെ? അതോ ഈ സൈഡ് നോക്കുക ആദ്യം? താഴെ ഇറങ്ങിയിട്ട് ഈ സൈഡ് ആദ്യം നോക്കാം. അങ്ങനെ ഇറങ്ങി പോവാം അല്ലേ? ഓ, ഇനിയിപ്പോൾ അതൊന്ന് ഇറങ്ങാനാ പാട്.